മലപ്പുറം ജില്ലയിലെ പ്രധാന തീരദേശ മണ്ഡലമാണ് താനൂർ. താനൂർ നഗരസഭയും ഒഴൂർ, പൊന്മുണ്ടം, ചെറിയമുണ്ടം, താനാളൂർ, നിറമരുതൂർ പഞ്ചായത്തുകളും കൂടി ചേർന്നാൽ താനൂർ നിയമസഭാ മണ്ഡലമായി. രൂപം കൊണ്ട കാലം മുതൽ ലീഗിനൊപ്പം നിന്ന താനൂർ കഴിഞ്ഞ തവണ ഇടതു സ്വതന്ത്രൻ വി അബ്ദുറഹ്മാൻ പിടിച്ചെടുത്തു. മലപ്പുറം ജില്ലയിലെ തീരദേശ മണ്ഡലങ്ങളിലൊന്നാണ് താനൂർ. വികസന പ്രശ്നങ്ങൾ ഏറെക്കാലമായി താനൂരിന്റെ തീരാശാപമായിരുന്നു. പക്ഷേ കിഫ്ബി ഫണ്ടുകൾ ഉപയോഗിച്ച് എങ്ങനെ വികസന മുന്നേറ്റം നടത്താം എന്നതിന്റെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നായി താനൂർ മാറുകയാണ്. 600 കോടി രൂപയുടെ വികസനമാണ് കിഫ്ബി വഴി താനൂരിൽ നടപ്പാകുന്നത്. എല്ലാ തീരദേശ മണ്ഡലങ്ങളെയും പോലെ താനൂരിനും പ്രതിസന്ധികൾ ഏറെയാണ്. പദ്ധതികൾ മുൻപും പലതും വന്നിട്ടുണ്ടെങ്കിലും കുടിവെള്ളവും വിദ്യാഭ്യാസവും സഞ്ചാരത്തിന് നല്ല റോഡുകളുമെല്ലാം താനൂരിന് വെല്ലുവിളികളായിരുന്നു. ഇത്തവണ കിഫ്ബിയുടെ കൈപിടിച്ച് താനൂർ നടന്നു തുടങ്ങുകയാണ്. സംസ്ഥാനത്ത് കിഫ്ബി ഏറ്റവുമധികം ഫണ്ട് ലഭ്യമാക്കിയ മണ്ഡലങ്ങളിലൊന്ന് താനൂരാണ്. ഇക്കാര്യം MLA വി അബ്ദുറഹ്മാൻ സാക്ഷ്യപ്പെടുത്തുന്നു. കേരള സംസ്ഥാനത്തിൽ ഇന്ന് കിഫ്ബി വഴി വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 50 വർഷത്തേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുമ്പോൾ അതേ തോതനുസരിച്ച് തന്നെയാണ് താനൂരിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. താനൂരിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഈ സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് അടിസ്ഥാന സൗകര്യമായാലും അതോടൊപ്പം തന്നെ കുടിവെള്ളം പോലുള്ള അവശ്യ സർവീസൊക്കെ തന്നെ വളരെ പിന്നോക്കമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കിഫ്ബി പദ്ധതിക്ക് അനുസൃതമായി നമ്മൾ പുതിയ പദ്ധതികൾ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർക്ക് സമർപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം 600ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അലോട്ട്മെൻറ്റ് ലഭ്യമാക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ഏകദേശം 300 ചില്ലാൻ കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. ഒരു വശത്ത് തീരപ്രദേശം, മറുവശത്ത് ഉയർന്ന മേഖലകൾ. താനൂരിന്റെ ഭൂഘടന ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാകുന്നത് കുടിവെള്ളം ലഭ്യമാക്കുന്നതിലാണ്. ഇതിന് ശാശ്വത പരിഹാരമാകും കിഫ്ബി സഹായത്തോടെ 300 കോടി രൂപ ചെലവിലൊരുങ്ങുന്ന കുടിവെള്ള പദ്ധതിയെന്ന് MLA പറയുന്നു. താനൂരിൽ 5 പഞ്ചായത്തുകളും ഒരു നഗരസഭയാണുള്ളത്. ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് രൂക്ഷമായുള്ള കുടിവെള്ളക്ഷാമം, ഉപ്പുവെള്ളമാണ് തീരദേശത്ത് മുഴുവൻ ലഭ്യമാകും. നമ്മൾ നേരെ കിഴക്ക് ഭാഗത്ത് പോയാൽ കുന്നും മലകളുമാണ്. വേനൽക്കാലമായാൽ ആ ഭാഗത്ത് കുടിവെള്ളം ലഭ്യമല്ല. വല്ലാത്തൊരു പരിസ്ഥിതിയായിരുന്നു താനൂരിലുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഒഴൂർ പഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചു. അതിപ്പോൾ ജനങ്ങൾക്ക് 3000ഓളം വീടുകൾക്ക് അവിടെ നമ്മൾ കുടിവെള്ളം നൽകിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി 300 കോടി രൂപയുടെ താനൂർ ശുദ്ധജല വിതരണ പദ്ധതിയാണ്. അതിനാണ് നമുക്ക് കിഫ്ബി പണം അനുവദിച്ചത്. അതിൽ 100 കോടി രൂപയുടെ 1ാം ഘട്ടം നമ്മളിപ്പോൾ വളരെ വിജയകരമായി പൂർത്തിയാക്കി. ഭാരതപ്പുഴയിലെ കോളനിക്കടവിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ വെള്ളം കൊണ്ടുവന്ന് താനൂരിലെത്തിക്കുന്ന ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിന് ഏകദേശം 3 ലക്ഷം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു നഗരസഭയും 4 പഞ്ചായത്തുകളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2 ഘട്ടമായിട്ടാണ് പദ്ധതി. ഭാരതപ്പുഴയിൽ നിന്നും ചെറിയമുണ്ടം നരിയറക്കുന്നിൽ നിർമ്മിച്ച ടാങ്കിലേക്ക് വെള്ളമെത്തിക്കും. അവിടെ നിന്ന് ശുദ്ധീകരിച്ച് പഞ്ചായത്തുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്യും. 100 കോടി ആദ്യഘട്ടത്തിലും 200 കോടി 2ാം ഘട്ടത്തിനും വകയിരുത്തിയിട്ടുണ്ട്. 1ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇതിനോടകം പൂർത്തിയായി. ഇനി വൈകാതെ പഞ്ചായത്തുകളിലേക്ക് പൈപ്പുകൾ ഇട്ടു തുടങ്ങും. 10-60 വർഷക്കാലമായിട്ട് താനൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ വളരെയധികം കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ചെറിയമുണ്ടം മേഖല. കാര്യമാത്ര പ്രസക്തമായി ഈ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. എന്നാലിപ്പോൾ ഈ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2017 ഡിസംബർ മാസം 23-ാം തീയതിയാണ് 5 പഞ്ചായത്തുകൾക്ക്, ചെറിയമുണ്ടം, പൊന്മുണ്ടം, അതുപോലെ തന്നെ നിറമരുതൂർ, താനൂർ മുനിസിപ്പാലിറ്റി, ഇവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ബൃഹത്തായ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചത്.
കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് ഈ സർക്കാരാണ്. ഇത് തീർച്ചയായും ഇപ്പോൾ ഈ സൂചിപ്പിച്ച 4-5 പഞ്ചായത്തുകൾക്ക് വളരെ ഉപകാരപ്രദമാവും. ഈ പഞ്ചായത്തുകളുടെ മുഖച്ഛായ തന്നെ മാറാൻ ഈ പദ്ധതി ഗുണകരമാവുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര വികസനത്തിന് ആദ്യം ആവശ്യം അടിസ്ഥാന സൗകര്യ വികസനമാണ്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ സ്കൂളുകളുടെ വികസനത്തിന് കിഫ്ബി സഹായം ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ഏറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7.5 കോടി രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി ലഭ്യമാക്കിയത്. ആധുനിക നിലവാരത്തിലുള്ള പുത്തൻ കെട്ടിടം ഉയർന്നതോടെ സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറി. അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഒരു കുറവുമില്ല. ഓരോ ഫ്ലോറിലും 4-5 ബാത്റൂമുകളും അത് നിരന്തരം ക്ലീൻ ചെയ്യാനുള്ള സ്റ്റാഫുകളും PTA യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഫർണിച്ചറുകളും കുറേ PTA മറ്റുമൊക്കെ സഹകരിച്ച് ജില്ലാ പഞ്ചായത്തൊക്കെ സഹകരിച്ച് ഒരുപാട് മരത്തടികളും മറ്റൊക്കെ വെച്ച് നല്ല ഒരു ഫർണിഷിംഗ് ആണ്. തീരദേശ മേഖലയിൽ മികച്ച സൗകര്യമുള്ള വിദ്യാലയമുണ്ടായാൽ അത് ആ മേഖലയുടെ ചരിത്രം തന്നെ മാറ്റുമെന്ന ദീർഘവീക്ഷണമാണ് ഫിഷറീസ് സ്കൂളിന്റെ വികസനത്തിന് വഴിയൊരുക്കിയത്. ഹോസ്റ്റലും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളും അടങ്ങുന്ന കെട്ടിടമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിക്കൊപ്പം ഫിഷറീസ് വകുപ്പും ഈ നിർമ്മാണത്തിൽ പങ്കാളിയാണ്. ഈ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. പൊതുവെ മറ്റു വിദ്യാലയങ്ങളില്ലാത്തത് കൊണ്ട് പ്രാഥമിക ഒരു പഠനം നടത്തി അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് മാറി ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ വന്നതോടുകൂടി ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് അവർക്ക് ഈ സംവരണം ഉണ്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള ഹോസ്റ്റൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ ഡെവലപ്പോട് കൂടി താനൂരിൽ ഇപ്പം ഈ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയാണ്. കരിങ്കപ്പാറ GUP സ്കൂളിന് 2 കോടി രൂപയാണ് കിഫ്ബി സഹായം ലഭിച്ചത്. ഇവിടെയും ആധുനിക നിലവാരത്തിലുള്ള സൗകര്യങ്ങളുള്ള കെട്ടിടം ഉയരുകയാണ്. പുതിയ കെട്ടിടത്തിൽ 2 കോടി രൂപ ചെലവ് നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 14 ക്ലാസ് റൂമുകളാണ് ഉണ്ടാക്കുന്നത്. ആധുനിക ഒരു ഹൈടെക് രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ബിൽഡിംഗ് ആണ് ഇപ്പോൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത് ഇനി നിർമ്മിക്കാൻ പോകുന്ന ഒരു ഓഡിറ്റോറിയം, ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കവാടം, നല്ല രീതിയിൽ കവാടം കാര്യങ്ങളൊക്കെ ഇതിൽ വരാൻ പോകുന്ന അടുത്ത 1 കോടി. ചെറിയമുണ്ടം ഹൈസ്കൂൾ, നിറമരുതൂർ ഹൈസ്കൂൾ, മീനടത്തൂർ ഹൈസ്കൂൾ, കാട്ടിലങ്ങാട് ഹൈസ്കൂൾ എന്നീ സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതം നവീകരണത്തിന് കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. താനൂർ നോർത്ത് LP സ്കൂളിന് 50 ലക്ഷവും താനൂർ ഗവൺമെന്റ് കോളേജിന് 18 കോടിയും പാസ്സായിട്ടുണ്ട്. ഇവിടെയെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെ വൈകാതെ തുടങ്ങും. റോഡ് വികസനം ഒരു മേഖലയെ ഒന്നാകെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നതാണ്. അവിടെയും കിഫ്ബി സഹായം ഫലപ്രദമായി താനൂർ MLA ഉപയോഗിച്ചിരിക്കുന്നു. ചമ്രവട്ടം പാലം വന്നതോടെ തിരൂർ താനൂർ പരപ്പനങ്ങാടി റോഡ് കോഴിക്കോട്ടേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന മാർഗമായി മാറി. വലിയ കണ്ടെയ്നറുകൾ സദാസമയവും കടന്നുപോകുന്ന റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. കിഫ്ബി സഹായത്തോടെ ഈ റോഡ് ഇന്ന് ആധുനിക നിലവാരത്തിൽ ഉയരുകയാണ്. തിരൂർ മുതൽ പൂരപ്പുഴ പാലം വരെ റോഡ് നവീകരണത്തിന് 61.6 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ഈ റോഡിന്റെ 90% കടന്നു പോകുന്നത് താനൂർ മണ്ഡലത്തിലൂടെ. റോഡ് നവീകരണം ഇന്ന് അവസാന ഘട്ടത്തിലാണ്. 61 കോടി രൂപ ചെലവിൽ തിരൂരിൽ നിന്നും പൂരപ്പുഴ വരെയുള്ള ഏകദേശം 13.5 കിലോമീറ്റർ റോഡ് നമ്മളിപ്പോൾ നവീകരിച്ചിരിക്കുകയാണ്. 95% അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു. ഏറ്റവും സുന്ദരമായിട്ടുള്ള റോഡ് നമുക്ക് കിഫ്ബി ഫണ്ട് വഴിയിട്ട് അത് ചെയ്യാൻ കഴിയും. ഫുട്ബോൾ പെരുമ ഏറെയുള്ള നാടാണ് മലപ്പുറം ജില്ല. എന്നാൽ ജില്ലയുടെ ഫുട്ബോൾ പാരമ്പര്യത്തിന് ഒത്ത ഒരു മൈതാനം താനൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയം അതിനൊരു ശാശ്വത പരിഹാരമാകും. 10 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. പ്രദേശവാസികൾക്കും ഈ നിർമ്മാണം ഏറെ പ്രതീക്ഷ നൽകുന്നു. സ്കൂളിൻ്റെ മുന്നിൽ കൂടെ ഒരു പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത ഏക ഒരു പ്രദേശം കാട്ടിലങ്ങാടി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഈ സ്റ്റേഡിയം വരുന്നതോട് കൂടിയിട്ട് ഇവിടെ പ്രദേശത്തുള്ള റോഡുകൾ, മറ്റ് അടിസ്ഥാന വികസന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടും. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു പ്രോഗ്രസ്സാണ്, ഈ നാടിനൊരു പ്രോഗ്രസ്സാണ്. അതോടൊപ്പം പ്രദേശത്തുള്ള യുവാക്കൾക്കും എല്ലാവർക്കും, കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും മൊത്തത്തിൽ ഒരു നമ്മളെ ഈ നാടിന് വേണ്ടൊരു പദ്ധതിയാണ്. ഈ ഒരു ഗ്രൗണ്ടിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടാണ് ഈ MLAക്ക് സപ്പോർട്ടും, അതായത് രാഷ്ട്രീയ പാർട്ടിയെ നോക്കാതെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇതിവിടെ വരുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അധ്യാപകരിൽ
കുറച്ച് ആളുകൾ മാത്രം ഇതിന് ആദ്യം മുതലേ തുരങ്കം വെക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഈ 2010 10-ാം മാസം തീരേണ്ട വർക്കാണിത്. ഈ ബിൽഡിംഗ് 10-ാം മാസം തീരേണ്ടതാണ്. ഈ ഒരു 2 ബിൽഡിംഗ് പൊളിച്ചു കൊടുക്കാത്തതിൻ്റെ കാരണമാണ് ഇത് നീണ്ടു പോകുന്നത്. താനൂർ നഗരഹൃദയത്തിലുള്ള രജിസ്ട്രാർ ഓഫീസ് പുത്തൻ കെട്ടിടത്തിലേക്ക് മാറിയിട്ട് അധിക മാസങ്ങളായിട്ടില്ല. കിഫ്ബി 1 കോടി രൂപയാണ് ഈ നിർമ്മാണത്തിലേക്ക് നൽകിയത്. താനൂർ തെയ്യാല റോഡ് റെയിൽവേ ഓവർബ്രിഡ്ജ് കാലങ്ങളായി ഈ നാട് ആവശ്യപ്പെടുന്ന ഒന്നാണ്. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് കാരണം നിരന്തരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന പാതയാണിത്. ആംബുലൻസുകളടക്കം ഏറെ നേരം കാത്തു നിൽക്കേണ്ട അവസ്ഥ. ഇവിടെ മേൽപ്പാലത്തിനായി 33 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. ഏറെ വൈകാതെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും MLA. ഒരു ട്രെയിൻ അരമണിക്കൂർ ആ റോഡ് ഒന്ന് ബ്ലോക്കായാൽ ഏകദേശം 1000-1500 വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ആ റോഡിൻ്റെ ROB വരുമ്പോൾ താനൂരിലെ ജനങ്ങൾക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ടുള്ളൊരു പദ്ധതി കൂടിയാണ്. അതോടൊപ്പം തന്നെ നിരവധി പാലങ്ങൾ, പനമ്പാലം എന്ന് പറയുന്ന ചെറിയമണ്ടം പഞ്ചായത്തിലെ പാലം 13 കോടി രൂപ. അതോടൊപ്പം തന്നെ താനൂരിൽ കനോലി കനാലിന് കുറുകെ പോകുന്ന 2 പ്രധാനപ്പെട്ട പാലങ്ങൾ, അങ്ങാടിയിലൊരു പാലവും അതോടൊപ്പം തന്നെ അഞ്ചുടി എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിലെ മറ്റൊരു പാലത്തിൻ്റെയും പണി പൂർത്തീകരിക്കാൻ പോകും. ഇനിയുമുണ്ട് കിഫ്ബി സഹായത്തോടെ താനൂർ മണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ. പനമ്പാലം, അഞ്ചുടിപ്പാലം, അങ്ങാടിപ്പാലം, തിയേറ്റർ കോംപ്ലക്സ് എന്നിവ അവയിൽ ചിലത് മാത്രം. കിഫ്ബി നാടിന്റെ മുഖച്ഛായ മാത്രമല്ല, അകം കൂടി മാറ്റുകയാണ് താനൂരിൽ. കുടിവെള്ളം, റോഡ് നിർമ്മാണം, തീരദേശ മേഖലയുടെ വികസനം, വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി സമസ്ത മേഖലയിലും താനൂരിൽ കിഫ്ബിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിലും കിഫ്ബിയുടെ സഹായം മണ്ഡലത്തിന് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇന്നാട്ടുകാർ.